നമ്മളെ പോക്കറ്റിൽ ഒതുങ്ങുന്ന വിലക്ക് ഒരു ഫുൾ ഫ്രെയിം ക്യാമറ, അതും പുതിയത് വിത്ത് AI കേപ്പബിലിറ്റീസോട് കൂടിയിട്ട്. അതാണ് നിക്കോൺ Z5 Mark II. നിക്കോൺ Z5 കുറച്ച് കാലം മുന്നേ ഒരു ക്യാമറ ഇറക്കിയിരുന്നു. പക്ഷേ അതിൻ്റെ കേപ്പബിലിറ്റി വളരെ കുറവായിരുന്നു. കാരണം ഒരുപാട് പേര് പലരും യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഫോട്ടോഗ്രാഫിക്ക് നല്ല ക്യാമറ ആണെങ്കിലും വീഡിയോ കേപ്പബിലിറ്റി കുറവായിട്ടുള്ളൊരു ക്യാമറ ആയിട്ടാണ് അന്ന് വന്നിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു ക്യാമറ ശരിക്കും നമ്മൾ മറ്റ് ക്യാമറയ്ക്കൊക്കെ പോണേക്കാൾ നല്ലത് സെലക്ട് ചെയ്യാൻ പറ്റിയുള്ള ഒരു ക്യാമറ. എനിക്കൊണ്ട് MRP തന്നെ ഏകദേശം 1,45,000 ഉള്ളൂ MRP. അപ്പോൾ നമ്മൾ ഷോപ്പിലൊക്കെ വളരെയധികം ഒരുപാട് വില കുറഞ്ഞിട്ടാണ് നമുക്ക് ഈ സാധനങ്ങൾ ഷോപ്പിൽ അവൈലബിൾ ആവുക. ഷോപ്പിൽ നിങ്ങളെ ഷോപ്പ് ഏതാ വെച്ചാൽ അതല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക, പ്രൈസ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രൈസിന് ഈ ബോഡി നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ നമ്മൾ C6 കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ബോഡിയാണ്, നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സെയിം ബാറ്ററി തന്നെയാണ് നമുക്ക് ഇതിന് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ പഴയ Z5 ഒക്കെ ഉണ്ടെങ്കിൽ ബാറ്ററി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നോർമലി നിക്കോണിലൊക്കെ വരുന്ന ബാറ്ററിയാണ്, ഗ്രിപ്പും അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ്. പിന്നെ ഇതിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യത്തെ മാറ്റം ഞാൻ പറയണത് ഇതിൻ്റെ ആ ഒരു നമ്മുടെ എന്താ പറയുക സ്ക്രീൻ ഉണ്ടല്ലോ, വെരി ആംഗിൾ ആയിട്ടുള്ള സ്ക്രീനാണ്. അതായത് നമുക്ക് സെൽഫി വ്ളോഗ് ചെയ്യാനാണെങ്കിലും നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ കാണാനാണെങ്കിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിച്ച് വെച്ച് പല ആംഗിളിലും വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് 3.2 ഇഞ്ചിൻ്റെ ഈ ഒരു സ്ക്രീന് വരുന്നത്. അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള EFM വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യൂ ഫൈൻഡറൊക്കെ ഉപയോഗിച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അടിപൊളിയായിട്ട് ഇതിൽ കാണാനും ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇതിൻ്റെ വേറെ ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസുകളാണ്. 9 സബ്ജക്റ്റ് ഡിറ്റക്ഷനാണ്. നമുക്കുണ്ടല്ലോ എനിമൽ, എയറോപ്ലെയിന്, അതുപോലെ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെ 9 സബ്ജക്റ്റ് ഡിറ്റക്ഷൻ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോക്കസ് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഫോക്കസാണ്. 3D ഫോക്കസിംഗ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഫോക്കസ് ആയിട്ടൊക്കെ ട്രാക്ക് ചെയ്തിട്ടൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഫോക്കസ് കിടക്കുന്നത്. അത് വലിയൊരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ ഫോക്കസിൻ്റെ വേറെ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇരുട്ടത്ത് പോലും നമുക്ക് ഫോക്കസ് ആവുന്നുള്ളതാണ്. -10 ലൈറ്റെങ്കിൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോക്കസ് കിട്ടുന്നുള്ളതാണ് ഇതിൻ്റെ വേറെ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ AFA മോഡ് എന്ന് കഴിഞ്ഞാൽ AI കുറച്ച് കേപ്പബിലിറ്റീസ് ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഫോക്കസ് AFCയും AFS ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. AFAയിൽ ഇട്ടാൽ തന്നെ അത് സബ്ജക്റ്റ് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ട്രാക്കിംഗ് വേണോ അതല്ല സിംഗിൾ ഫോക്കസ് ആണോ വേണ്ടതെന്നൊക്കെ ഉള്ളത് ഇതിൻ്റെ AFA മോഡ് തന്നെ തീരുമാനിക്കുന്നതുകൊണ്ട് നമുക്ക് ഹാസിൽ കുറേ ഒഴിവാക്കി കിട്ടും. ആ രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഫ്യൂച്ചർ ഞാൻ AI എന്ന് പറയാൻ കാരണം പിക്ചർ സ്റ്റൈലുണ്ട്, പോർട്രേറ്റ് പറഞ്ഞ പിക്ചർ സ്റ്റൈൽ. ആ പിക്ചർ സ്റ്റൈലാണ് ശരിക്കും AI കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഓരോ സീനനുസരിച്ച് നമുക്ക് നല്ല രീതിയിലുള്ള ഔട്ട്പുട്ടാണ് തരിക. ഈ ഒരു പോർട്രേറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫേസ് മാത്രം, ഫേസും സ്കിന്നൊക്കെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് സ്മൂത്ത് ആക്കാനും ലൈറ്റ് കൂട്ടാനും നമുക്ക് അതിൻ്റെ സാച്ചുറേഷനും ഹ്യൂ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ തന്നെ വളരെ പെട്ടെന്ന് ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റും. നല്ല കോൺഫിഡൻ്റ് ആയിട്ട്, ഇങ്ങനെ പൊത്തി പിടിക്കണ്ട, കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് അപ്പോൾ തന്നെ ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ പറ്റിയ രീതിയിലാണ് ഇതിൻ്റെ പോർട്രേറ്റ്. അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ ബട്ടൺ വരുന്നുണ്ട്, അതിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ബട്ടൺ വരുന്നുണ്ട് മേലെ തന്നെ. നമുക്ക് മെനുവിൽ പോയി തരേണ്ട, ജസ്റ്റ് അത് പ്രസ് ചെയ്യുക, ഡയൽ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ലാൻഡ്സ്കേപ്പോ സ്റ്റാൻഡേർഡിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പോർട്രേറ്റൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിവിടെ പ്രസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള പിക്ചർ കൺട്രോളൊക്കെ മാറ്റാൻ പറ്റും. പ്രത്യേകിച്ച് വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ വീഡിയോൻ്റെ കളർ ഗ്രേഡിങ് ഒരുപാട് സമയം എടുക്കും. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് കളർ ഗ്രേഡൊക്കെ ഇട്ട് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് കൊടുക്കണേക്കാൾ നല്ലത് നമ്മളെ വീഡിയോയും ഫോട്ടോ നമുക്ക് അപ്പം തന്നെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ആൾക്കാർക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് സാധനം കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ പിക്ചർ കൺട്രോളൊക്കെ ശരിക്കും സെലക്ട് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ അധികം എഡിറ്റൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സാധനം കൊടുക്കാൻ പറ്റും. അതിൽ ഇതുപോലത്തെ നല്ല ലെൻസുകൾ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഔട്ട് എടുക്കാൻ പറ്റും. അതിന് പറ്റിയ ഒരു ക്യാമറ കൂടിയാണ് നിക്കോണിൻ്റെ Z5 എന്ന് പറയുന്നത്. പിന്നെ ഇത് 24 മെഗാ പിക്സലാണ്, 24.5 മെഗാ പിക്സലാണ് നമുക്ക് ഇതിൽ ഫോട്ടോ എടുക്കാൻ പറ്റുക. പിന്നെ നമുക്ക് ഒരു സെക്കൻഡിൽ 14 ഫ്രെയിം റോയിലാണെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് റോയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ റോ ആണ് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആണോ വളരെ ഫാസ്റ്റായിട്ട് ശരിക്കും നമ്മൾ 2 ലക്ഷം രൂപ എടുത്ത് വാങ്ങുന്ന ക്യാമറയുടെ അതേ കേപ്പബിലിറ്റിയാണ് വെറും 1.5 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ഒരു ക്യാമറയിൽ കൊണ്ടുവരുന്നുണ്ടല്ലോ. അത് നിങ്ങൾക്ക് JPG ആണെങ്കിലോ ഒരു സെക്കൻഡിൽ 30 ഫ്രെയിം എടുക്കാം. പിന്നെ ഇതിൻ്റെ സെൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ BSI CMOS സെൻസറാണ്. പിന്നെ വീഡിയോ കേപ്പബിലിറ്റിക്ക് വരികയാണെങ്കിൽ നമുക്ക് 4K 60 ഫ്രെയിംസിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫുൾ HD ആണെങ്കിൽ 120 ഫ്രെയിംസിനും ഷൂട്ട് ചെയ്യാൻ പറ്റും. കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ അകത്തൊക്കെ തന്നെ ഷൂട്ട് ചെയ്യുന്നുള്ളൂ. 4K ആണെങ്കിൽ 30 ഫ്രെയിംസിൽ 60 ഫ്രെയിംസിലാണ് നമുക്ക് ഷൂട്ട് ആവശ്യം വരുന്നുള്ളൂ. അതുപോലെ ഫുൾ HD ഷൂട്ട് ചെയ്താൽ മതിയെങ്കിൽ നോർമലി നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ആണെങ്കിൽ ഹെവി ആക്കണേക്കാന്നല്ല അത്ര ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളല്ലോ. അപ്പോൾ ഫുൾ HD ആണെങ്കിൽ നമുക്ക് 120 ഫ്രെയിംസിലും നമുക്ക് ഈസി ആയിട്ട് ഇതിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വീഡിയോൻ്റെ മറ്റ് കേപ്പബിലിറ്റിക്ക് പോവുകയാണെങ്കിൽ N-Log ആണെങ്കിൽ നമുക്ക് 10 ബിറ്റിലും N-RAW ആണെങ്കിൽ 12 ബിറ്റിലും നമുക്ക് ഇതിൻ്റെ ഇൻറ്റേർണലായിട്ട് തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എക്സ്റ്റേണൽ മോണിറ്ററും സാധനങ്ങളും പിന്നെ എന്താ പറയുക റെക്കോർഡറൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു സിനിമ എടുക്കാൻ പറ്റിയ, സിനിമ വരെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്യാമറയും കൂടിയാണ് ആക്ച്വലി ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റെബിലൈസേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് നോർമലി വരുന്ന പോലെ ഇലക്ട്രോണിക് സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഇൻബോഡി സ്റ്റെബിലൈസേഷനും കൂടി ഈ ഒരു വിലക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, അതും ഫുൾ ഫ്രെയിമിൽ. ഇൻബോഡി സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.7 സ്റ്റോപ്പിൽ നിങ്ങൾക്ക് ഇൻബോഡി സ്റ്റെബിലൈസേഷൻ കിട്ടും. അത്യാവശ്യം കയ്യിലൊക്കെ പിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യുകയാണെങ്കിലൊന്നും വലിയ ഇളക്കമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിന് പറ്റിയുള്ള സ്റ്റെബിലൈസേഷനും കൂടി നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ കാർഡ് സ്ലോട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2 കാർഡ് സ്ലോട്ട്, UHS 2 ഇടാൻ പറ്റുന്ന 2 SD കാർഡ് ഇടാൻ പറ്റുന്ന 2 സ്ലോട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെ വേണമെങ്കിൽ 2 റെക്കോർഡ് കൊടുക്കുകയാണെങ്കിൽ കാർഡിൽ നിന്ന് ഡാറ്റ മിസ്സായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യത്തിലൊക്കെ നമുക്ക് ഇനി ഒഴിവാക്കാൻ പറ്റും. പിന്നെ നിക്കോണിൻ്റെ ഇപ്പോഴത്തെ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം നിക്കോണിൻ്റെ കയ്യിലാണ് ഇപ്പോൾ റെഡൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ റെഡിന് കൊടുക്കുന്ന രീതിയിൽ റെഡിന് അവൈലബിൾ ആക്കിയിട്ടുള്ള ലെട്ടുകളുണ്ട്. റോയിൽ എടുത്തു കഴിഞ്ഞാൽ, ലോഗിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ പറ്റിയ റെഡിനുള്ള ലെട്ടുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ഈ ക്യാമറ ഉള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഒരു ലോഗിലൊക്കെ ഷൂട്ട് ചെയ്താലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിൻ്റെ ലെറ്റൊക്കെ കയറ്റിയിട്ട് ഒരു സിനിമാറ്റിക് വീഡിയോ എഫക്റ്റ് തന്നെ ഉണ്ടാക്കാൻ പറ്റിയുള്ളൊരു ബോഡിയും കൂടിയാണിത്. അപ്പോൾ നിങ്ങളെ അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് എത്രയാണ് ഇതിൻ്റെ പ്രൈസ് എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ അവൈലബിൾ ആണ്. ഇതാണ് Z5-ൻ്റെ നമ്മളെ ആദ്യത്തെ കാഴ്ചയിലുള്ള കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫിയും ഡ്രോണൊക്കെ പഠിക്കണമെങ്കിൽ കൊച്ചിയിലും കോഴിക്കോടും നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിക്കാനുള്ള അതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഇനി ഓൺലൈനായിട്ട് പഠിച്ചിട്ട് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വീക്കെൻഡിൽ വന്നിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താൽ മതിയെങ്കിൽ അതിന് താഴെ കൊടുത്തുള്ള നമ്പർ വിളിച്ചാൽ ഡീറ്റെയിൽസുകളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ആൾ.